ഒരുമിച്ച് നടന്ന സുഹൃത്തുക്കൾ മരണത്തിലും ഇണപിരിയാത്ത കൂട്ടുകാരെ പോലെ മരിച്ച 4 പേരുടെ വാർത്ത കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ എല്ലാവരെയും ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു. സുഹൃത്തുക്കളോടൊപ്പം മലയിൽ പോയി പെട്ടെന്ന് മഴ വരുന്നത് കണ്ട് ഒതുങ്ങുന്നതിന് മുൻപ് തന്നെ അവിടെ വെച്ചൊരു തീഗോളമായി അവരുടെ ദേഹത്ത് പതിക്കുകയായിരുന്നു മിന്നൽ. അങ്ങനെ ഒറ്റയടിക്ക് ഒരു മിന്നൽ കാരണം 4 പേരുടെ ജീവനാണ് നഷ്ടമായത്. എന്നാൽ ഓരോ കുടുംബത്തിനും ഇപ്പോൾ വിഷമം താങ്ങാനാവുന്നതിലും അപ്പുറമായി മാറിയിരിക്കുന്നു. മിന്നൽ പിണരിൽ മരണം കവർന്നെടുത്ത പ്രിയപ്പെട്ടവർക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയാണ് നാട് നൽകിയത്. ചൊവ്വാഴ്ച വൈകിട്ട് വെള്ളില കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ഇടിമിന്നലേറ്റു മരിച്ചവരെ നൊമ്പര പെയ്ത്തിനിടെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് യാത്രയാക്കിയ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വെള്ളില ടസ്കർ ഓഡിറ്റോറിയത്തിലെ പൊതുദർശനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. രാവിലെ മുതൽ സഹപാഠികളും സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും ഓഡിറ്റോറിയത്തിന് മുന്നിലെ ചെറിയ പന്തലിനിടയിൽ തന്നെ തിങ്ങി നിറഞ്ഞു നിന്നു. രാവിലെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 1:20 മൃതദേഹങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തിച്ചു. ആദ്യം റഹീസിന്റെ മൃതദേഹം ആംബുലൻസിൽ നിന്ന് ഓഡിറ്റോറിയത്തിന് മുന്നിലെ മൊബൈൽ മോർച്ചറിയിലേക്ക് മാറ്റി. പിന്നാലെ ബഹാസ്, സിയാദ്, ഫഹദ് എന്നിവർ മൃതദേഹങ്ങളും. ഈ കാഴ്ച കാണാനാകാതെ പലരും വിങ്ങിപ്പൊട്ടി. സങ്കടഭാരത്തിൽ ചിലർ തളർന്നു വീണു. മരിച്ചവരുടെ നല്ലതിനു വേണ്ടി കൂടി നിന്നവർ ഖുർആൻ പാരായണം നടത്തി. ഉച്ചയ്ക്ക് 1:15 മൃതദേഹങ്ങൾ 4 പേരുടെയും വീടുകളിൽ എത്തിച്ചു. പിന്നീടാണ് ഒരിക്കലും സഹിക്കാനാകാത്ത ആ കാഴ്ച. 4 വീടുകളിൽ നിന്നും മാത്രമല്ല, മറ്റ് ആശുപത്രിയിൽ കഴിയുന്ന 3 കുട്ടികളുടെ വീട്ടിൽ നിന്ന് പോലും മാതാപിതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെയും മക്കളാണ്. ഏത് സമയവും ഒരുമിച്ചാണ് നടക്കുന്നത്. എവിടെ പോയാലും ഒരുമിച്ചാണ്. നല്ലൊരു കൂട്ടുകെട്ടായിരുന്നു. വീട്ടുകാർക്കൊക്കെയും വളരെ ഉപകാരിയായ കുട്ടികളായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അച്ഛനും അമ്മയ്ക്കും ചുറ്റുമുള്ളവർക്കും ഒക്കെ പറയാനുള്ളത്. അങ്ങനത്തെ 4 കുട്ടികൾക്കാണ് ഒരുമിച്ചവർ യാത്ര നൽകിയത്. എപ്പോഴും ഒരുമിച്ച് നടന്നിരുന്നു. പ്രിയ സുഹൃത്തുക്കളായിരുന്നു 4 പേരും. അന്ത്യനിദ്രയിലും അവർ ഒത്തുകൂടി. മലയിൽ ജുമാ മസ്ജിദിൽ ഒരേ ഖബർസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് 1:45 വീടുകളിൽ നിന്ന് മൃതദേഹങ്ങൾ പള്ളിയിൽ എത്തിച്ചു. തുടർന്ന് നാട്ടുകാർ ചേർന്ന് മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു. പിന്നീട് മതിലിനോട് ചേർന്ന ഭാഗത്ത് അടുത്തായി ഒരുക്കിയ 4 കുഴികളിൽ ഖബറടക്കി. മങ്കട വെള്ളിലയിൽ മലമുകളിലെ കുരങ്ങൻചോല വ്യൂ പോയിന്റ് ഇടിമിന്നലേറ്റ് മരിച്ച 4 പേരുടെ മൃതദേഹങ്ങൾ ബുധനാഴ്ച രാവിലെ 7:30 തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം തുടങ്ങിയിരുന്നു. മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഷേഖ് സക്കീർ ഹുസൈൻ, ഡോക്ടർ ജിജു, ഡോക്ടർ റൈനാസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരേ സമയം 4 ടേബിളുകളിലായാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതുകൊണ്ട് തന്നെ വേഗം മൃതദേഹങ്ങൾ വീട്ടുകാർക്ക് ലഭിക്കുകയും ചെയ്തു. ഇപ്പോഴും ഇവർ മരിച്ചതറിയാതെ ഇവരുടെ 2 സഹോദരങ്ങൾ ആശുപത്രിയിൽ കഴിയുകയാണ്. മറ്റുള്ളവർ തേടുന്നുണ്ടെങ്കിലും അവർ ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അല്ലാതെ എന്തു പറയണമെന്നറിയാതെയാണ് എല്ലാവരും ഇപ്പോൾ ആ ഒരു വാർത്തയെ പ്രതികരിച്ച് കാണുന്നത്.